കരൂർ ദുരന്തത്തിൽ മരിച്ചവരുടെ ബന്ധുക്കളുടെ കാലിൽ തൊട്ട് മാപ്പ് ചോദിച്ച് നടനും ടി.വി.കെ നേതാവുമായ വിജയ് ഇന്നലെ മഹാബലിപുരത്തെ റിസോർട്ടിൽ വെച്ചാണ് മരിച്ചവരുടെ ബന്ധുക്കളുമായി വിജയ് കൂടിക്കാഴ്ച നടത്തിയത്. കരൂരിലെ വീട്ടിലെത്തി കാണണമെന്നാണ് ആഗ്രഹിച്ചതെങ്കിലും സാഹചര്യം അതിനെതിരായിരുന്നുവെന്ന് വിജയ് പറഞ്ഞതായി ബന്ധുക്കൾ വ്യക്തമാക്കി. ദുരന്തബാധിതരെ ഒരിക്കലും കൈയൊഴിയില്ല, എപ്പോഴും കൂടെ ഉണ്ടാകുമെന്നും വിജയ് ഉറപ്പു നൽകിയിട്ടുണ്ട്. അപകടം നടന്ന് 1 മാസത്തിനു ശേഷമാണ് ദുരന്തബാധിതരുടെ ബന്ധുക്കളെ വിജയ് കാണുന്നത്. മരിച്ചവരുടെ ബന്ധുക്കൾക്കും പരിക്കേറ്റവർക്കുമുള്ള സാമ്പത്തിക സഹായം നേരത്തെ തന്നെ നൽകിയിരുന്നു. അപകടത്തിന് പിന്നാലെ ചെന്നൈയിലേക്ക് പോയ വിജയ് കരൂർ സന്ദർശിക്കാത്തതിൽ വിമർശനം ശക്തമായതിനു പിന്നാലെയാണ് ദുരന്തബാധിതരെ മഹാബലിപുരത്തെത്തിച്ചത്. അടച്ചിട്ട മുറിയിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ബന്ധുക്കളുടെ ആശങ്കകൾ വിശദമായി സംസാരിച്ചു. ദുരന്തമുഖത്ത് നിന്ന് മണിക്കൂറുകൾക്കുള്ളിൽ ചെന്നൈയിലെ വസതിയിലേക്ക് പോയ വിജയ് ഇതുവരെ കരൂർ സന്ദർശിക്കാത്തത് വലിയ വിവാദമായ പശ്ചാത്തലത്തിലാണ് ഇരകളുടെ ബന്ധുക്കളുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. എന്നാൽ മരിച്ച എല്ലാവരുടെയും ബന്ധുക്കൾ മഹാബലിപുരത്ത് എത്തിയിരുന്നില്ല. 37 പേരുടെ ബന്ധുക്കളാണ് എത്തിയത്. ഇതിനായി സ്വകാര്യ റിസോർട്ടിൽ 50 മുറികളും ബുക്ക് ചെയ്തിരുന്നു. കരൂരിലെത്തി ഇരകളെ കാണുമെന്നായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നതെങ്കിലും പലതവണ തീരുമാനം മാറ്റി. CBI അന്വേഷണം നടക്കുന്നതിനാലാണ് കരൂരിലെത്താത്തതെന്നാണ് വിജയ് വിശദീകരിച്ചത്. എന്നാൽ വേദിയൊരുക്കാൻ DMK സർക്കാർ അനുമതി നൽകിയില്ലെന്ന ഗുരുതര ആരോപണവും ടി.വി.കെ ഉന്നയിച്ചിട്ടുണ്ട്. ദുരന്തത്തിന്റെ ഇരകളെ കൈയൊഴിയില്ലെന്നും കുടുംബത്തിലെ കുട്ടികളുടെ ചികിത്സയും ബന്ധുക്കളുടെ ചികിത്സാ ചിലവും ഉൾപ്പെടെ ഏറ്റെടുത്ത ടി.വി.കെ പ്രതിമാസം നിശ്ചിത തുക മരിച്ചവരുടെ ബന്ധുക്കൾക്ക് നൽകുമെന്നും പ്രഖ്യാപിച്ചിരുന്നു. ദുരന്തബാധിതരുടെ കുടുംബത്തിന് വിജയ് 20 ലക്ഷം രൂപയും നൽകിയിരുന്നു. കഴിഞ്ഞ സെപ്റ്റംബർ 27-ാം തീയതിയാണ് കരൂരിൽ വിജയുടെ റാലിക്കിടെ തിക്കിലും തിരക്കിലും പെട്ട് 41 പേർ മരിക്കുന്നത്.